വഞ്ചിയൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. വഞ്ചിയൂരിലെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വഞ്ചിയൂർ കൊലപാതകത്തിലെ പ്രതികളെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ്. MJ പ്രതീഷ് ഒപ്പമുണ്ട്. ഈ പ്രതികളെ നമുക്ക് കാണാം. ഇന്നലെ പട്ടാപ്പകലാണ് വഞ്ചിയൂരിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിലെ പ്രധാന പ്രതികളാണ് ഇപ്പോൾ പോലീസ് ജീപ്പിലുള്ളത്. പ്രതീഷ്, അവരെ പുറത്തിറക്കിയോ? ജീപ്പിലേക്ക് കയറ്റിയോ? അരുൺകുമാർ, ഇപ്പോൾ ഈ വഞ്ചിയൂർ കൊലപാതക കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ഒരു പ്രതിയാണ് നിലവിൽ ഈ കാറ് കണ്ടെടുത്ത സ്ഥലത്ത് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. അതിൽ പ്രതിയായ വിനീതിനെ ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ മുഖ്യപ്രതി പ്രദീപിനൊപ്പം കാറിലുണ്ടായിരുന്ന ആളാണ് വിനീത്. ആ വിനീതിനെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. മുഴുവൻ പ്രതികളെയും ഈ ഘട്ടത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നില്ല. കാറിലൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രതിയെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഈ കൃത്യം നടത്തിയ ശേഷം പ്രതികൾ ഈ പുലിയനാർ കോട്ടയിലാണ് കാറ് ഉപേക്ഷിച്ചിരുന്നത്. അവിടത്തെ ഒരു സമീപത്തെ കാട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഈ മുഖ്യപ്രതി പ്രദീപിനൊപ്പം സഹായം ചെയ്ത ആളുകൂടിയാണ് ഈ വിനീത്. ആ വിനീതിനെയാണ് ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിൽ കയറ്റി തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. കോട്ടയിലും പ്രതികളെ പിടികൂടിയ അരുൺകുമാർ, ഈ പോലീസുമായി ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു പ്രതിയെ മാത്രം, അതായത് വിനീതിനെ മാത്രമേ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുള്ളൂ എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. മുഖ്യപ്രതി പ്രദീപിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഈ 10:30 DCP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ തരാം എന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, പ്രതീഷാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രദീപിനെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന വിനീത് എന്ന് പറയുന്ന ആളാണ് ഈ യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തിയത്. ഈ പ്രദീപാണെന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. വ്യക്തിവൈരാഗ്യമാണ് കാരണം എന്നാണ്. ബാക്കിയുള്ളവർ സഹായികളായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദീപ് പറയുന്നത്.